രാജ്യമൊടിച്ച കോൺഗ്രസിലെ ആദർശ ധീരന്മാർ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പേടിച്ചു വരേണ്ട വികസനം നടപ്പിലാക്കാതെ ഒരു ഫയൽ പോലും ഒപ്പുവെക്കാത്ത ഒരു പ്രതിരോധ മന്ത്രിയെ ചുമന്നവരാണ് നാം. ഇപ്പോഴത്തെ സുധീരനും ആന്റണിക്കും നല്ല പെട കൊടുക്കുന്നത് പോലെ വാക്കുകൾ കൊണ്ടു കൊടുക്കുന്ന ഒരു പോസ്റ്റ്. ആദർശ ധീരനാണത്രേ. എന്താദർശമാണ് ഇയാളൊക്കെ കൊണ്ട് നടക്കുന്നത് എന്നറിയില്ല. ഈ ആദർശം കൊണ്ട് സ്വന്തം ജീവിതത്തിലോ സ്വന്തം പാർട്ടിക്കോ സ്വന്തം രാജ്യത്തിനോ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഉപദ്രവം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അനുവദിക്കുന്നത് മദ്യപാനത്തിന് വഴിയൊരുക്കുമത്രേ. ധാതുമണൽ മേഖലയിലെ സ്വകാര്യ നിക്ഷേപവും പാടില്ല പോലും. നാടിന്റെ ശാപമാണ് ആദർശ ധീരന്മാർ എന്ന് പറഞ്ഞു നടക്കുന്ന ഇത്തരം പിന്തിരിപ്പന്മാർ. ഇവർ കോൺഗ്രസ് സർക്കാരിനും നാടിനും ഉണ്ടാക്കുന്ന ഡാമേജ് CPM പോലും ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ളപ്പോൾ ഇവരെ ആരെയും കാണില്ല. ഭരണം കിട്ടിയാൽ ഇവറ്റകളുടെ വരവാണ്. സുധീരൻ KPCC അധ്യക്ഷനായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരും പാർട്ടി നേതൃത്വവും തമ്മിലുണ്ടായ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യമായ ഏറ്റുമുട്ടലുകളുമാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. സർക്കാരിന്റെ പ്രതിഷ്ഠയെയും ഭരണത്തെയുമാണ് ഇത് പ്രധാനമായും ബാധിച്ചത്. മദ്യനയത്തിന്റെ പേരിൽ ഇയാൾ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പ് കാരണമാണ് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെ ബാറുകളെല്ലാം അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അന്ന് കേരളത്തിലുണ്ടായിരുന്ന ആകെയുള്ള 800 ബാറുകളിൽ പകുതി അടച്ചുപൂട്ടാൻ സർക്കാരിനോട് KPCC നേതൃത്വം ആവശ്യപ്പെട്ടു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബാർ ഉടമകളുടെ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നടന്നു. ഇതേ തുടർന്ന് മന്ത്രിസഭാ യോഗത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേത് ഒഴിച്ചുള്ള 800-ൽ പരം ബാറുകൾ ഒറ്റയടിക്ക് പൂട്ടി ഉമ്മൻചാണ്ടി സർക്കാർ. ഉമ്മൻചാണ്ടി സർക്കാരിനെ വീഴ്ത്തിയത് സുധീരൻ എന്ന പിന്തിരിപ്പനായിരുന്നു. ആദർശത്തിന്റെ അസ്കിതയുള്ള വേറൊരു മുതലായിരുന്നു AK ആന്റണി. അയാൾ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന കാലമാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ ഇരുണ്ട കാലം. ഒരു ഫയലിലും അയാൾ ഒപ്പിടില്ല, ഒരു പദ്ധതിയും നടപ്പാക്കാൻ അനുവദിക്കില്ല. അയാൾക്ക് പേടിയാണ് അഴിമതി ആരോപണം ഉണ്ടാകുമോ എന്ന്. ആദർശ ധീരനല്ലേ? ചൈന അതിർത്തിയിൽ ഇന്ത്യൻ ഭൂപ്രദേശത്തെ വികസന പ്രവർത്തനം നടത്താതെ ഇടുന്നതാണ് നമ്മുടെ പോളിസി എന്ന് പാർലമെന്റിൽ പ്രസംഗിച്ച ആളാണ് ആ മൊണ്ണ. അയാളുടെ ആദർശ അസ്കിത കാരണം നഷ്ടമുണ്ടായത് നമ്മുടെ രാജ്യത്തിനാണ്. ആ സമയം കൊണ്ട് ചൈന അവരുടെ അതിർത്തി മേഖലയിൽ വൻ വികസനങ്ങൾ നടത്തി. ഇത്തരം കുറെ ആളുകളെ ചുമക്കേണ്ടി വരുന്നത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജിനെ കുറിച്ച് ഉത്കണ്ഠയൊന്നുമില്ല. പക്ഷേ അത് നാടിനെ പിന്നോട്ടടിക്കും. അമിതമായ വിനയം, അമിതമായ ആദർശം, തള്ളൽ, ഇവ രണ്ടും കൊണ്ട് നടക്കുന്ന ടീമിനെ അടുപ്പിക്കരുത്. ഗുണമൊന്നുമില്ല എന്ന് മാത്രമല്ല, ഉപദ്രവം മാത്രമേ കാണൂ. തന്റേത് ലളിത ജീവിതമാണെന്ന് കാണിക്കാൻ ഗാന്ധി എപ്പോഴും പരിശ്രമിച്ചിരുന്നു. അതിനെക്കുറിച്ച് സരോജിനി നായിഡു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഇറ്റ് കോസ്റ്റ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് മണി ടു കീപ് ഗാന്ധിജി ലിവിംഗ് പോവർട്ടി. കോൺഗ്രസ് സർക്കാരിന്റെ തലവേദന തുടങ്ങുകയായി. സതീശനെ ഭരിക്കാൻ സമ്മതിക്കില്ല, നയപരമായ ഒരു തീരുമാനവും എടുപ്പിക്കില്ല. ഇതൊക്കെ ചെയ്യുന്നത് പ്രതിപക്ഷമാണെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെ വീഴ്ത്തി സ്വന്തം പാർട്ടിയെ 10 വർഷം പ്രതിപക്ഷത്താക്കിയ സുധീരൻ 10 വർഷത്തെ മൗനത്തിന് ശേഷം വീണ്ടും വാ തുറന്ന് സ്വന്തം പാർട്ടിയെ വീണ്ടും പ്രതിപക്ഷത്തിരുത്താൻ മാത്രമാണ് എന്നതാണ് രസകരമായ കാര്യം. പാർട്ടിക്ക് ഭരണമുള്ളപ്പോൾ മാത്രം തികട്ടി വരുന്ന ആദർശ അസ്കിതയുള്ള സുധീരന്മാർ ഉള്ളതുകൊണ്ട് പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാണെന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിനു താഴെയായി നെഗറ്റീവും പോസിറ്റീവുമായ നിരവധി കമന്റുകളും വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.